ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇന്ത്യൻ ബൈക്കിലായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ വേറെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കളിക്കുന്നത്. അത് സംഭവം ഇച്ചിരി വ്യത്യാസം പിടിക്കാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കളിക്കുന്നത്. എന്നാൽ ഇനി തൊട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ വേറെ ഗെയിമൊക്കെ കളിച്ചെന്നൊക്കെ വരും. ഇങ്ങനെ ഇന്ത്യൻ ബൈക്കും കളിക്കും. അപ്പോൾ ഇന്ത്യൻ ബൈക്കിൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്ന കാര്യമൊക്കെ അറിഞ്ഞു കാണും. പക്ഷെ നമ്മളൊരു സ്റ്റോറി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ലാൻഡ് റോവറിൻ്റെ ഒരു പുതുപുത്തനായിട്ടുള്ള ഒരു ഡിഫെൻഡറും കാര്യങ്ങളും എടുത്തിടെ. ഡിഫെൻഡർ ഒരു റെഡ് കളറ്, അത് ഇപ്പോൾ ഞാൻ സർവീസ് ചെയ്യാൻ ഇവിടെ കൊടുത്തേക്കുക. അതാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ സർവീസിങ് സെൻറ്റർ. അപ്പോൾ സർവീസ് ചെയ്ത് ഇറക്കി അവിടെ ഇടാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഞാൻ കണ്ടില്ല. ഓ ഗൈസ്, അവിടെ കിടപ്പുണ്ട് നമ്മുടെ ഡിഫൻഡർ. നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ കൂട്ടുകാരന്മാരുടെ കയ്യിലും മഹീന്ദ്രയുടെ പല താറും സ്കോർപിയോ ബൊലേറോ വരെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എൻ്റെ കയ്യിൽ ലാൻഡ് റോവർ ഡിഫൻഡറാണ്. റെയർ സാധനമാണ്, അതിനെയൊക്കെ പൊട്ടിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ഡിഫൻഡർ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഈ ഡിഫൻഡ് ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഞ്ഞാണ്. ഭയങ്കര മഞ്ഞ്, കാർമേഘവും ഇതെല്ലാം ഉണ്ട്. ഇനി എപ്പോഴാണ് മഴയൊക്കെ പെയ്യും. ഭയങ്കര മഴയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് മഹീന്ദ്രയുടെ ഷോറൂമിൽ പോയിട്ട് അടിച്ചു മാറ്റുവാന്നോ മേടിക്കുവാന്നോ. ഇത് ഞാൻ അടിച്ചു മാറ്റിയല്ല, ഇത് ഞാൻ സത്യസന്ധമായിട്ട് മേടിച്ച വണ്ടിയാണ്. എന്തായാലും പൊളി വണ്ടിയാണ്. അത് ഞാൻ ഇവിടെ നിന്നൊന്നും മേടിച്ചതൊന്നുമല്ല, ഇവിടെ ഒന്നും കിട്ടത്തില്ല. അപ്പം ഞാൻ ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. എവിടുന്നോ ഒരെണ്ണം എൻ്റെ കൂട്ടുകാരൻ്റെ എയർപോർട്ടിൽ എന്തോ ഒരു ജോലിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂമും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ നിന്ന് അയ്യടെ ഒരു സ്കോർപിയോ എന്നോ എന്തല്ലേ മുകളിലവർ. നമുക്ക് അകത്തോട്ടല്ലേ കയറുന്ന നോക്കാം. അപ്പം നമുക്ക് വണ്ടിയൊക്കെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു താറ് കിടപ്പുണ്ട്, മോഡിഫൈഡ് ഐറ്റമാണ്. അപ്പോൾ ഇവിടെ ഇത് എൻ്റെ മോനെ താറിൻ്റെ പുതിയ മോഡലടെ റോക്സ്, അതല്ലേ ഇത് വിഷയം. ഇതിൻ്റെ ഇത് കടയില ഷോറൂമിൽ ആളെയൊന്നും കാണുന്നില്ലല്ലോ. എവിടെ ഇവിടെയും കാണുന്നില്ല. ഇതിവിടെ ഹലോ ഒരു ചേച്ചി ഇതിലേക്കൂടെ. ഹലോ ചേച്ചി, ഇവിടുത്തെ ഷോറൂമിലെ ആളെ കണ്ടായിരുന്നു? മോനെ, എന്താ, ഞാനാണ് ഷോറൂമിലെ ആള്. ഞാനാണ് ഈ വണ്ടി വിൽക്കുന്നത്. അപ്പോൾ മോനെ എന്താ വണ്ടി വേണോ? ചേച്ചി, എനിക്ക് ഒരു വണ്ടിയൊക്കെ വേണമെന്നുണ്ട്. ഒരു നല്ലൊരു വണ്ടി നോക്കി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഏതാണ് ചേച്ചി നല്ല വണ്ടി? സാറേ, ഒരു നല്ല വണ്ടി എന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് വന്ന 2 എണ്ണം ഉണ്ട്. മഹീന്ദ്ര താർ റോക്സ്, അതാണ് നല്ല വണ്ടി എന്ന് വെച്ചാൽ നല്ല വണ്ടിയാണ് സാർ. അപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മേടിച്ചോ, നല്ല ഒരു വണ്ടിയാണ്. അങ്ങനെയാണല്ലേ. അപ്പോൾ എൻ്റെ റേറ്റ് എന്താണ് വരുന്നത്? സാർ, അതിൻ്റെ റേറ്റ് വരുന്നത് അത് പുറത്ത് വന്നുകൂടാ. കാരണം ഞങ്ങൾ ഇപ്പോൾ വണ്ടി ഒരു ദിവസമായതേ ഉള്ളൂ വണ്ടി വന്നിട്ട്. അതുകൊണ്ട് റേറ്റ് ഇതുവരെ പറഞ്ഞില്ല. മാനേജറിൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ ഇതുവരെ ആരും ഈ വണ്ടി മേടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സാറിന് വേണമെങ്കിൽ മേടിച്ചോ സാർ. ഓക്കെ. അല്ല, ഇതിൻ്റെ മാനേജർ എവിടെ ആയിരിക്കും കാണുന്നത്?
അതോ സാറേ, അത് അവിടെ എന്തുവാ ഒരു ഒരു ബില്യണയറിൻ്റെ വീടില്ലേ, ആ ഒരു ബില്യണയറിൻ്റെ വീട്ടിൻ്റെ സൈഡിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങില്ല കാണാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് നടക്കുമായിരിക്കും. ഓക്കെ 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 അപ്പോൾ അവിടെ പോയ റേറ്റ് പറയല്ലേ? അതെ സാർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആ പെണ്ണ് പറഞ്ഞിരിക്കുന്നത് മാനേജറിനെ അതിൻ്റെ വണ്ടിയുടെ റേറ്റ് അറിയാവൂ. അപ്പോൾ നമുക്കെന്തായാലും നോക്കാം. മാനേജർ എന്താ അവിടെ പോയി കിടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഇതുമല്ല ഒന്ന് മാനേജർ. ഹലോ സാറാണോ ഇതിൻ്റെ മാനേജർ? ഹലോ ഹലോ അയ്യോ ഹലോ ഹലോ അറിയാവുന്ന ഇടിച്ചായിരുന്നു സാർ. എന്തുവാടിത്? എൻ്റെ അളിയ വലിയ വിഷയമായി പോയല്ലേ. അറിയാതൊന്ന് ഇടിച്ചു പോയി, അതിനവൻ കിടന്ന് എൻ്റെ പുറകെ കാണും. അത് സ്പീഡിലൊക്കെ ഒന്ന് ഇടിക്കുന്നേ. നമുക്ക് എന്തായാലും ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് നല്ല നല്ല നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ പോവാം. ചത്ത കാന്നൊരു സൗണ്ട് കേട്ട് പക്ഷെ അവനെ കാണുന്നില്ല. അവനെന്തി അച്ഛനെ താ കിടക്കുന്നു. മോനെ സുഖമാണോടാ? അവനെ എന്നെ ഇടിച്ച്, വെറുതെ ഇടിച്ച്. നീ 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 ഒന്നും നന്നായി വരത്തില്ലടാ. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് നിങ്ങളും മറ്റേ പെണ്ണറിഞ്ഞ് പിന്നെ നമ്മളെ പോലീസിനെയൊക്കെ വിളിച്ചു പറയും ഞാൻ വെടിവെച്ച് കൊന്നതാണ്. അങ്ങനെ എങ്ങാനും വന്നാൽ പെട്ട് ഗൈസ്, തീർന്ന്. എന്തായാലും എടേ ഇല്ല പെണ്ണല്ലേ? സാർ ഇതാ മാനേജറാണ് പുറകെ വരുന്നത്. സാർ അങ്ങോട്ട് പോകണ്ട, ഞാൻ വിചാരിച്ചു പോയെന്ന്, അതാ ഞാൻ നോക്കിയത്. സാറേ ഇതാണ് മാനേജർ, ഈ നടന്നു വരുന്നത്. ഓക്കെ അതാണോ? ശരി ശരി, ഞാൻ ചോദിക്കാം. വൈസ് മാനേജർ ഇതാ വന്നിരിക്കുന്നു. ഇയാളിത് എന്തുവാ ഇത്രയും നേരം എവിടെ പോയി കിടന്നു? സാർ 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 ഹലോ സാർ. എന്താ സാർ വണ്ടി പിടിക്കാൻ വന്നതാണോ? അതെ ആണ്. സാറേ ഏത് വണ്ടിയാണ് സാറിന് വേണ്ടത്? അതെ, എനിക്ക് ഈ മഹീന്ദ്ര താറിൻ്റെ റോക്സ് എന്ന് പറയുന്ന പുതിയ മോഡലില്ലേ, അതാണ് വേണ്ടത്. അതാണോ സാറേ? സാർ മേടിക്കാം. താറിൻ്റെ റോക്സിൻ്റെ വില എത്രയാണ് വരുന്നത്? സാർ അത് 1,00,000-ന് 2-3-5 ലക്ഷമൊക്കെയാണ് അവർ പറയുന്നത്. 5 ലക്ഷത്തിലും ടോപ്പിലാണ് നിൽക്കുന്നത്. സാർ എന്തായാലും അടുത്ത ദിവസം ഞങ്ങൾ വിലയൊക്കെ തീരുമാനിക്കാം. ഓക്കെ സാറേ, അപ്പോൾ സാറ് വിട്ടോ. ഇപ്പോൾ ഇന്നലെ അങ്ങോട്ട് വണ്ടി വന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് സാർ. നാളെ സാറ് വന്നോ ഒരു കുഴപ്പമില്ല, പൈസയൊക്കെ വന്ന് സാറിന് നാളെ തന്നെ മേടിക്കാം. ഇവിടെ ഇയാളെന്തോ ഇവിടെ അടിച്ചു വീണേ? മാനേജറല്ലേടാ ഈ കിടക്കുന്നേ? മാനേജറിന് കിളി പോയാ? ഈടാ ഇത് എന്തുവാടാ? നമുക്ക് എന്തായാലും പൊക്കിയെടുത്ത് നേരെ വണ്ടി കൊണ്ടിടാം. നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടങ്ങിടാം. ഓക്കെ, വണ്ടിയുടെ പെട്ടെന്നിട്. ഇനി അങ്ങനെ ചാവൂ? ഓക്കെ, നമുക്ക് എടുത്തിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ എടുത്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നാളെ രാവിലെ വരാം. രാവിലെ വന്നിട്ട് വേണം വണ്ടിയും കാര്യങ്ങളും ഒക്കെ പോക്കാൻ. വണ്ടി എന്തായാലും എനിക്ക് പോക്കണം, കാരണം താറിൻ്റെ റോക്സ് എന്ന് പറഞ്ഞ ഒരു കിണ്ണ സാധനമാണ്. കിണ്ണം വന്ന് വെച്ചാൽ സാധനം വേറെ ലെവല് സാധനമാണ്. അപ്പം നമുക്ക് അയാളുടെ
ഹലോ സാർ, എന്താ സാറേ എന്നെ എങ്ങോട്ടാണ്? എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നേ? നാട്ടുകാരെ ഓടി വരേ, എന്നെ കിഡ്നാപ്പ്. ഡോ 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 അടങ്ങിയിരിയടോ, താൻ അവിടെ ബോധം കെട്ടടിച്ച് വീണത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. ഓ സാർ, സോറി സാർ, എനിക്കൊന്നും പറ്റിയില്ല സാർ, കുഴപ്പമൊന്നുമില്ല. എടോ, നിൻ്റെ വീടെവിടാ? സാർ അത് നേരെ വിട്ടാൽ മതി. അവിടെ ഒരു വലിയൊരു ബില്യണയറിൻ്റെ വീടുണ്ട്. അപ്പോൾ ആ വീടാണ്, അതെൻ്റെ വീടാണ്. ബില്യണയർ ഒക്കെ പൈസയൊക്കെ ബില്യണയർ അത് വിൽക്കാനിട്ടിട്ട് ബില്യണയർ ഇവിടുന്ന് പോയി. അപ്പോൾ താങ്ക് യു സാർ. അപ്പോൾ നാളെ രാവിലെ സാർ വന്നാൽ മതി, റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിക്കാം. ഓക്കെ സാർ, ബൈ സാർ. വോയിസ് അയാൾ പോയി. അയാൾ എന്തുവാടേ, അയാളെ കിടന്ന് കീറുമായിരുന്നു. എന്തു പറയുന്നത്? എന്തേരാ സാറേ, എന്നെ തട്ടിക്കൊണ്ടു വന്നേ നാട്ടുകാരെ, എന്തുവാടേ അതെന്ത്? അത് എൻ്റെ പുറകെ വരുമെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. നോക്കിയപ്പോൾ ഒരാൾ കുലുകുലോന്നൊരു സൗണ്ടും കേട്ട് നോക്കിയപ്പോൾ ഒരാൾ അവിടെ അടിച്ച് കിടക്കുന്നേയും കണ്ട്. എന്തായാലും കൊള്ളാം, നമുക്കെന്തായാലും. ഓ, ഇവനൊക്കെ കണ്ണും കണ്ടൂടെ? എൻ്റെ അവൻ ഇന്ന് ഞാൻ കൊല്ലുമല്ലേ. സർവീസ് ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. നിനക്കൊക്കെ എന്തടാ? ആ, എൻ്റെ വണ്ടി ഒന്ന് ഇടിച്ചു നോക്കും മോനെ. ഇടിച്ച അവൻ. ആഹാ രണ്ടവന്മാരും കൂടെ ഇടിച്ചെന്ന്. ഞാൻ ഈ വണ്ടി ഒന്നും മാറ്റിട്ടില്ലെങ്കിൽ അവന്മാരുടെ വണ്ടിയിൽ നിന്ന് ഞാൻ പൊട്ടിക്കാനാ. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയും കൂടെ പൊട്ടും. ഇനി ഈ വണ്ടി സർവീസ് ചെയ്തങ്ങോട്ട് കൊണ്ടുവന്നില്ലടാ. ഇവന്മാരെ ഇന്ന് ഞാൻ കൊല്ലുമല്ലേ പനലുകൾ. എന്തിയവന്മാർ നിനക്കൊക്കെ എന്തറാ? നിനക്കെന്തറാ? നിനക്കൊക്കെ ഭയങ്കര കുഴപ്പമാണ്. നിനക്ക് കത്തിച്ച് കളയടാ പാനല്. മേലെ ഇത് ആവർത്തിച്ച ഞാൻ ആവർത്തിക്കുക ഇവന്മാർ ചത്ത് കാണും. ഇപ്പോൾ അവിടുന്ന് കരിഞ്ഞ് കാണും. അത് വേറൊരു കാര്യം, അത് പോട്ട്. ഈ വണ്ടി വീണ്ടും കൊണ്ട് ശരിയാക്കണം, സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാനങ്ങ് കൊടുക്കാം. ഇനി നിനക്കെന്തുവാ, വേറെ വല്ലതും വേണോ? നിനക്ക് വേറെ വല്ലതും വേണോ? നിനക്ക് വേറെ വല്ലതും വേണോടാ? ഇവനെന്തുവാ പുണ്യാളനോ? ഇറങ്ങടാ വെളിയിൽ. എൻ്റെ ഒരു പാട്ട വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കുന്നു. ഇനി നിനക്ക് വേറെ വല്ലതും വേണോടാ? അവൻ തക്കിള് പുക്കിള് എന്നും പറഞ്ഞ് കിടക്കുന്നു. നോക്ക്, അദൃശ്യനായി. ഓടി തള്ളി. ഇതൊരു കാര്യം ചെയ്യാം, നമുക്ക് കൊണ്ട് വീട്ടിൽ കൊണ്ടിടാം. എന്നിട്ട് സർവീസ് സെൻ്ററിൽ പോയി വിളിച്ച് പറയാം, ഇങ്ങനെ ഒരു ഡോറിന് ഇങ്ങനെ ആട്ടമുണ്ട് പറയാം. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം തന്നെ വൈകുന്നേരവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് ഇപ്പം 5:45. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് വിളിച്ച് പറയാം. ഡോറടച്ചിടേ, ലോക്കാവുന്നില്ല. എൻ്റെ അളിയ ഡോറ് ലോക്കാവുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ഇപ്പോൾ രാത്രിയൊക്കെ ആവുന്നത്. അപ്പം നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് സർവീസ് സെൻ്ററിൽ വിളിക്കാം. ഇനി വിളിക്കാം. പുറത്തെന്തോ ഭയങ്കര സൗണ്ട് കേൾക്കുന്നല്ലോ. ഇവിടെ ഇടിയൊക്കെ കിട്ടുന്നറേ. എൻ്റെ അമ്മേ, മഴയല്ല മീന്ന്. കൊള്ളാം, മഴ ഇന്ന്. വണ്ടി നനയത്തില്ലടാ. വണ്ടി ഞാൻ എന്തോ ചെയ്യും? എന്തുവാ വീട്ടിൻ്റെ അകത്ത് വെച്ചാലോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് വെള്ളം കയറും. ഇതൊക്കെ എന്ത്?
ഓക്കെ. ഓ വെയിറ്റ് ടയർ നേരെ ആക്കട്ടെ. ഓക്കെ, നമുക്ക് നാളെ രാവിലെ കാണാം. രാവിലെ അല്ല, മഴയൊക്കെ തീർന്നു, രാത്രിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ വെറുതെ മഴ പിടിച്ചിരിക്കാം. ചേട്ടാ ഞാൻ എന്തിനാ ഇപ്പം ഡിഫൻഡർ എടുത്ത് അകത്തിട്ടപ്പോൾ ആ മഴ തീർന്ന്. എന്തുവാടെ ഇത്? നമുക്ക് സർവീസിങ് സെൻ്ററിലൊക്കെ വിളിച്ച് പറയാം ഇങ്ങനെ കാര്യങ്ങൾ. ഓ ഹലോ, സർവീസിങ് സെൻ്ററാണ്. ആണ്, ഓക്കെ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണത്തില്ല, കാരണം ഞാൻ എല്ലായിടത്തും പറഞ്ഞപ്പോഴേ അയാൾ കട്ട് ചെയ്ത് വെച്ചിട്ട്. ഇപ്പം തന്നെ രാത്രിയൊക്കെ ആയിട്ടുണ്ട്. രാത്രി 10 മണിയൊക്കെ ആയിട്ട് 10 മണിക്കാണ് ഇരുട്ടാവുന്നത്. നമുക്കെന്തായാലും ആ സമയം വർക്കൗട്ട് ചെയ്യാം. ഞാൻ കഴിച്ചായിരുന്നു, ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടായിരുന്നു ഞാൻ വന്നത്. എന്തായാലും നമുക്ക് ഓക്കെ. അപ്പം നമുക്ക് എന്തായാലും വെറുതെ നടക്കാം. ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാം. എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങിയാലും ചേരം. ഇവിടെ നിന്ന് അടിച്ച് വീഴല്ലേ. ഒന്നാമത് വേറൊരുത്തൻ എന്നെ അടിക്കാൻ വന്നിട്ട് ഒട്ടിച്ച്. നമുക്കെന്തായാലും കയറി കിടന്ന് ഉറങ്ങാം. ഓക്കെ ഗൈസ്. എൻ്റെ അമ്മയെ ചാടി ഉറങ്ങാമെന്ന് വിചാരിച്ച, പക്ഷേ ഇജാതി ചാട്ടലായിപ്പോയി. ഇപ്പുറത്താണ് കുതിച്ചത്. അങ്ങനെ മൈ ഗോഡ്, വൗ, അടിച്ചു വീഴൽ. അപ്പം നമുക്ക് ഇപ്പോഴത്തെ സമയം ഇപ്പം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. സത്യമായിട്ടും സമയം ഇപ്പം നല്ല പെട്ടെന്നാകുന്നു. നമുക്ക് വെറുതെ ഇപ്പം തന്നെ സമയം രാവിലെ 5 മണിയായി. ഞാൻ വെറുതെ എന്തൊക്കെ ചെയ്യുന്നു. കിടന്ന് ഉറങ്ങാനും ഒരിതില്ല. ഓക്കെ, എന്തായാലും വീണ്ടും ഒന്ന് വിളിച്ചു നോക്കാം സർവീസ് സെൻ്ററിൽ. ഇവരെപ്പോൾ എടുക്കുമെന്ന് നമുക്ക് എന്തായാലും വിളിച്ചു നോക്കാം. എന്തുവാടെ സൗണ്ട് കേൾക്കുന്നു ബാക്കിൽ? ഓടാ, എന്തുവാടെ രാത്രി മഴ? രാത്രി മഴ? രാത്രിയിൽ മഴ പെയ്യുന്നു. എനിക്ക് പേടിയാവുന്നടേ. രാത്രിയിലൊക്കെ മഴ പെയ്താൽ പ്രേതം വല്ലതും വരുമോ? ഇപ്പം രാവിലെ ആവും 7. ഇവിടെ ഭയങ്കര ഇടി. ഓക്കെ, നമുക്കെന്തായാലും വീണ്ടും സർവീസിങ് സെൻ്ററിലൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നാളെ എടുക്കാൻ പറ്റും, കാരണം കുറേ വണ്ടി ഇങ്ങനെ കിടക്കുവാണ് അവിടെ. അപ്പം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ നമ്മുടെ ഷോറൂമിലോട്ടും കാര്യങ്ങളൊക്കെ പോവാം. ഷോറൂമിൽ പൈസയൊന്നും നിങ്ങൾ അറിയണ്ട, കാരണം പൈസയൊക്കെ എത്രയെങ്കിലും ആയിട്ട് നമ്മളെന്തായാലും അത് മേടിക്കും. ഡിഫൻഡർ ശരി ആക്കണം, അത് ശരിയാണല്ലോ. ഡിഫൻഡർ ഒരു പ്രശ്നമാണല്ലോ. ഡിഫൻഡർ എങ്ങാനും ഒന്ന് മഴ പെയ്താൽ ഡിഫൻഡർ എന്തായാലും നനയും. അത് നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇട്ടേക്കാം. നമ്മൾ സർവീസ് സെൻ്ററിൽ നിന്ന് എങ്ങാനും ആൾക്കാർ വന്നാലും നമുക്ക് ടാക്സി എല്ലാം വിളിച്ച് പോവാം. അങ്ങനെ ഒരു ടാക്സി പോകുന്നുണ്ട്. ഹലോ പോവല്ലേ. എടാ ടാക്സിയിലടാ അത്. ഇവനെ അങ്ങ് ഇതിൽ നിന്ന് ഇറക്കിയിട്ടല്ലേ. ഇറങ്ങടാ വെളിയിൽ. ഇനി മുതൽ ഇതെൻ്റെ. ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട ഈ പാട്ടോ വണ്ടി. നിങ്ങൾ എന്താടെ ആക്സിഡൻ്റ് അല്ലേ നടന്നാ?
എന്തായാലും നോക്കിയാലോ. ഇടപെടണോ? വേണ്ട, നല്ലൊരു വഴിക്കുമല്ലേ. നമുക്ക് ഇത് ഔഡിയുടെ ഏതൊരു കാറാണെന്നാലും ഗെയിമുകാർ പറയുന്നത്. പക്ഷേ ഇതെനിക്ക് ഏത് വണ്ടിയാണെന്ന് പോലും എനിക്കൊന്നും മനസ്സിലായി. പക്ഷേ ഗെയിമിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ സാധനമാണ് കേട്ടോ. അവർക്ക് നേരെ വിടാം നമ്മുടെ ഷോറൂമിലോട്ട്. ആ ഷോറൂമിൽ ഇനി ആരെങ്കിലും വന്ന് മേടിക്കുമോ? ഞാൻ ബാങ്കിലാണ് പൈസയൊന്നും അങ്ങനെ എടുത്തില്ല. അങ്ങനെ എടുത്താൽ തന്നെ ഇവിടെയൊക്കെ നല്ല കള്ളന്മാരാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ തോക്കണ്ടേ, തോക്ക്. അത് നമ്മൾ ഇതുവരെ ഒരു വണ്ടിയെ ഇടിച്ചില്ല. ഈ വണ്ടി ഇവിടുത്തെ സാറെന്ത് ചെയ്യേ? ഓ, ബൈ ദ വേ ഒരു കാര്യം ഞാൻ മറന്നുപോയി. പൈസയൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ കയറിയ സമയത്തെ എന്നുവെച്ചാൽ എൻ്റെ ഫോണുമായിട്ട് എന്തോ ലിങ്ക് ചെയ്ത് ഒരു വാട്സപ്പിൽ ഇതുണ്ടാക്കി. അതിൽ പൈസയൊക്കെ പറഞ്ഞായിരുന്നു. ഹലോ, ഞാൻ ഇന്നലെ മേടിക്കാൻ വന്ന ആളാണ്. അപ്പോൾ ഞാൻ പൈസയൊക്കെ ബാങ്കിലും കാര്യങ്ങളും ഇത് അയച്ചു തരാം. അപ്പോൾ ഇന്നെനിക്കത് വേണം. ഒരു മിണ്ടുന്നില്ലേ? ആ, സാറായിരുന്നോ സാറേ? ഓക്കെ സാറേ, വണ്ടിയൊക്കെ എടുത്തോ, പൈസയൊക്കെ അക്കൗണ്ടിലോട്ട് അയച്ചു തന്നു. ഇനിയിപ്പോൾ സാറിൻ്റെ അടുത്തോട്ട് പറഞ്ഞാൽ മതി. സാറിൻ്റെ അക്കൗണ്ടിലോട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് അയക്കേണ്ടത്. സാറ് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും. പിന്നെ സാർ മാനേജർ സാർ, എനിക്കാണെങ്കിൽ മറ്റേ താറിൻ്റെ റോക്സ് വേണമായിരുന്നു. അപ്പോൾ പൈസയൊക്കെ റെഡിയാണ്. ആണോ സാർ? ഓക്കെ, എനിക്ക് എൻ്റെ അക്കൗണ്ടിലോട്ട് സാർ ഇട്ടാൽ മതി. അപ്പോൾ മാനേജർ സാറിൻ്റെ നമ്പർ ഒന്ന് പറയാമോ? ആ, പറയാം. പറഞ്ഞേ 5 6 7 2 3 1 4. ഇതാണ് സാർ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ. അപ്പോൾ സാറ് ലോട്ട് അയച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് സാറിന് ഇഷ്ടമുള്ള ഒരു വണ്ടി സാർ എടുത്തുകൊണ്ട് പോയിക്കോ. നല്ല വണ്ടിയാണ്. സാറൊക്കെ എടുത്ത് ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ്. ഓക്കെ, ഞാൻ എന്തായാലും അയച്ചിട്ടുണ്ട്. പൈസയൊക്കെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഓക്കെ. സാർ വന്നിട്ടുണ്ട്. താങ്ക് യു സാർ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം സാർ. പിന്നെ ഇതിന് രജിസ്റ്റർ ചെയ്യാൻ അത് ഞങ്ങളിപ്പോൾ ചെയ്യാം. പിന്നെ വേറെ വണ്ടിയിൽ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ സാറ് മറ്റന്നാൾ കൊണ്ടുവന്നാൽ മതി. ഓക്കെ സാർ. ഓക്കെ സാർ, വണ്ടി മേടിച്ചോ? മേടിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോകണം. മറ്റേ ഔഡി 11 എടുത്തോണ്ട് പോയെന്ന് തോന്നല്ലേ? ഔഡി അവിടെ കാണുന്നില്ലല്ലോ. നമുക്ക് മാനേജർ സാറ് പറഞ്ഞത് ഇങ്ങനെ ഇഷ്ടമുള്ളൊരെണ്ണം എടുത്തോ. അത് നമ്മളെ വിശ്വാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓടി അങ്ങോട്ട്. അയാളാണെങ്കിൽ ഷോറൂമിലൊന്നും കയറത്തില്ലടേ. ഷോറൂമിൽ പോലും കയറത്തില്ല. സാധാരണ ഒരാൾ വണ്ടി മേടിക്കാൻ വന്നാൽ എന്താണ് സാർ അങ്ങനെയൊക്കെ ഷോറൂമിൻ്റെ അകത്തായിരിക്കും വന്നിരുന്ന് ചോദിക്കുന്നത്. നമ്മൾ പുറത്ത് നിന്ന് വിളിച്ചോ അവിടം വരെ എന്നെ നടത്തി പറഞ്ഞു. എന്തുപാടെ എന്നെ സഹിക്കത്തരും. നമുക്കിഷ്ടമുള്ളൊരെണ്ണം എടുത്താനാണ് പറഞ്ഞത്. എനിക്കൊന്ന് ഇവിടെ ബോഡി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആയിരിക്കാം. ഇപ്പോൾ ഇവിടെ താറിൻ്റെ റോക്സാണ് നമ്മൾ എടുക്കാൻ ഇരിക്കുന്നത്. വെള്ളയും കൊള്ളാം, ചുവപ്പും കൊള്ളാം. പക്ഷേ ഇച്ചിരിയും കൂടി എടുപ്പ് വെള്ളയാണ്. നമുക്ക് വെള്ള എടുക്കാം. അതിന് സർവീസ് സെൻറ്ററിൽ നമ്മുടെ മറ്റേ ഡിഫൻഡറിൻ്റെ സർവീസ് സെൻറ്ററിലൊന്ന് വിളിക്കാം. പക്ഷേ എടുക്കുന്നില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ട് മഴയും പെയ്യുന്ന ശുഭലക്ഷണം. എന്താ പറയാന്ന് വെച്ചാൽ ശുഭലക്ഷണം. കാരണം നല്ല ലക്ഷണമാണ്.
അങ്ങനെ എൻ്റെ പുതുതായ വണ്ടി നിങ്ങൾ കണ്ടോളൂ. നല്ല ഇൻറ്റീരിയർ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നല്ല എടാ പാട്ടൊക്കെ ഇട്ടാലോ? പാട്ടൊക്കെ ഇട്ട് പോവാം. നല്ല പാട്ട്. ഓക്കെ, നമുക്ക് മാനേജറിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ പറയണം. വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ മാനേജറൊക്കെ മുങ്ങിയോ? മാനേജറൊക്കെ ആ സമയം കൊണ്ട് ഇതിൽ പെട്രോൾ ഇന്നും ഇല്ലടേ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഇനി. അപ്പം നമുക്ക് നേരെ പെട്രോൾ പമ്പിലേക്ക് വിടാം. അപ്പം നമുക്ക് മാനേജറിനെ അതിനു മുമ്പേ ഒന്ന് അതാണ്ടായിരിക്കുന്നത്. ഇയാളിതെന്തുവാ? സാർ ഞാൻ വണ്ടി എടുത്തു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ബാക്കി ഇതിൻ്റെ പരിപാടികളൊക്കെ എന്നാണ് സാറേ അത് ഇന്നിപ്പോൾ എന്തുവാ ദിവസം? ബുധനാഴ്ച. സാർ ശനിയാഴ്ച കൊണ്ടുപോവാ. നമുക്ക് വണ്ടിയൊക്കെ ശരിയാക്കി എടുക്കാം. ഓക്കെ സാർ, ബൈ സാർ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ വണ്ടി അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. സന്തോഷം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുവാണ്. കാരണം സമയം കുറേ അതിക്രമിച്ചു പോയി. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് തീരുവാണ്. ഓക്കെ, ബൈ.